എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇറ്റ് ഈസ് റിട്ടൺ മലയാളം പ്രോഗ്രാമിന്റെ ഇന്നത്തെ വചനധ്യാന സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും ദൈവം നമ്മെ പഠിപ്പിക്കുവാനിടയായ വചന സന്ദേശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഒരു പുതിയ വിഷയവുമായി ദൈവത്തിന്റെ വചനത്തിലൂടെ സഞ്ചരിക്കുവാൻ പ്രാർത്ഥനാപൂർവ്വം നാം ഏവരും കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാന ശുശ്രൂഷയ്ക്ക് മുൻപായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അവിടുന്ന് പഠിപ്പിച്ച വിലയേറിയ വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പിതാവേ. അവിടുത്തെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പഠിക്കുവാൻ പോകുന്ന തിരുവെഴുത്തുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പിതാവേ. ഈ വചന സത്യത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ ഇന്നത്തെ ധ്യാനത്തിലൂടെ, ചിന്തയിലൂടെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണം. അനേകരുമായി ഈ വചനം പങ്കുവയ്ക്കുവാൻ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് പ്രചോദിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വചന വിഷയത്തിലേക്കാണ് നാം ഏവരും പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നത്. മരണത്തിന്റെ രഹസ്യം. മരണത്തിന്റെ രഹസ്യം, ദ മിസ്റ്ററി ഓഫ് ഡെത്ത്. മരണത്തിന്റെ രഹസ്യം. ഇന്ന് ഈ അടുത്ത നാളുകളിൽ നാം ധാരാളം മരണത്തെക്കുറിച്ചുള്ളതായി വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൊറോണ വൈറസ് ലോകമെമ്പാടും വ്യാപിക്കുവാനിടയായതിലൂടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് പേരാണ് ഇന്ന് ഭൂമിയിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അനേകർ മരണത്തോട് മല്ലിടിച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങളിലും ആശുപത്രികളിലായി കഴിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. ലക്ഷക്കണക്കിന് പേർ കഴിഞ്ഞ ചില മാസങ്ങൾക്കുള്ളിൽ ഈ ഒരു രോഗം നിമിത്തം മാത്രമായി ലോകമെമ്പാടും മരണപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ തന്നെയും എല്ലാവരും ഒരുപോലെ നോക്കി പാർക്കുവാനും വാർത്തകളിലൂടെ വായിച്ചു കേൾക്കുവാനും ഇടയായ ഒരു മരണ വാർത്തയായിരുന്നു ഇന്ത്യയിലെ വളരെ പ്രശസ്തനായ ഒരു സിനിമാ നടൻ. അദ്ദേഹത്തിന്റെ മരണം അനേകരെ ഞെട്ടിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സുശാന്ത് സിംഗ് രാജ്പൂത്, അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ഹിന്ദി നടനായിരുന്നു. അദ്ദേഹം മരണപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ക്രിക്കറ്റ് കളിക്കാരനായ MS ധോണിയെ അദ്ദേഹം സിനിമയിൽ കാണിക്കുവാൻ തക്കവണ്ണം ഇടയായതിലൂടെ അദ്ദേഹം പ്രശസ്തനായി തീരുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തിന്റെ മരണത്തോടനുബന്ധിച്ച് ധാരാളം കഥകൾ ഇങ്ങനെ ധാരാളമായിട്ട് പ്രചരിക്കുന്നുണ്ട്. എന്നാൽ നാം ചിന്തിക്കേണ്ടതായ ചോദ്യം, കഴിഞ്ഞ നാളുകളിലൊക്കെയും ലക്ഷക്കണക്കിന് പേർ മരണപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഈ മരിച്ചവരൊക്കെയും ഇപ്പോൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഈ മരണപ്പെട്ടവരുടെ അവസ്ഥ ഇന്ന് വാസ്തവത്തിൽ എന്താണ് എന്ന വളരെ ചിന്തനീയമായ ഒരു വിഷയത്തിലൂടെയാണ് നാം വേഗത്തിൽ ഇന്ന് പകൽക്കാലം കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഒരു കാലത്ത് വളരെയധികം സ്നേഹത്തിലൂടെ ഒന്നായി തീർന്ന രണ്ടു പേരുണ്ടായിരുന്നു. അവർ വളരെ കാലത്തിന് ശേഷം പരസ്പരം സ്നേഹിച്ച് ഒരിക്കലും അവരെ വേർപിരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവർ ഒന്നായി തീർന്ന സമയത്ത് അവർ വിവാഹിതരായി തീരുകയും ശേഷം ചില സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഒരു ദിവസം ആ പ്രിയപ്പെട്ട ഭാര്യ അപകടത്തിലൂടെ മരണപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ പ്രിയപ്പെട്ട മനുഷ്യന് അവളുടെ ആ ദേഹവിയോഗം ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു. അദ്ദേഹം നാളുകളേറെ ആഹാരം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, വളരെയധികം പ്രയാസത്തിലും ഭാരത്തിലും സങ്കടത്തിലും വിഷമത്തിലുമൊക്കെയായി മാനസിക പിരിമുറുക്കത്തിലൂടെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലൂടെ നടന്നു പോകുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് തന്റെ ഭാര്യയെ സ്വപ്നത്തിൽ കാണുവാനും ആ ഭാര്യ ജീവനുള്ളവളായി അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുന്നു എന്ന ഒരു അനുഭവം അദ്ദേഹത്തിന് ഇടയായിത്തീർന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവൾ അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു വരികയും അദ്ദേഹവുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുകയും അദ്ദേഹത്തോട് വളരെ നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും തുടർന്ന് വേഗത്തിൽ അദ്ദേഹം പഴയപടി മാറി അദ്ദേഹത്തിന്റെ ജോലി കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ഓഫീസിൽ പോകുവാനൊക്കെ ആരംഭിക്കുവാൻ ഇടയായിത്തീർന്നു. വളരെ നാളുകൾ അദ്ദേഹത്തിൽ ഇപ്രകാരം ഒരു മാറ്റം കാണാതിരുന്ന സുഹൃത്തുക്കൾ ഒരു ദിവസം പെട്ടെന്ന് ഇപ്രകാരം ഒരു മാറ്റം കണ്ടപ്പോൾ അവർ ചോദിച്ചു, എന്താണ് താങ്കൾക്ക് ഇത്രമാത്രം വേഗത്തിൽ? ആ ദേഹവിയോഗത്താൽ വളരെ ദുഃഖിതനായിരുന്നു, വളരെയധികം മാനസിക പിരിമുറുക്കത്തിലേക്ക് വീണുപോയി. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്രകാരം പെട്ടെന്നൊരു മാറ്റത്തിന് നിനക്ക് എങ്ങനെയാണ് സാധിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഭാര്യ ഇല്ലാത്തവനായിട്ടല്ല ജീവിക്കുന്നത്. ഓരോ രാത്രിയിലും എൻ്റെ ഭാര്യ എൻ്റെ അടുക്കൽ കടന്നു
കടന്നു വരികയും എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിന് സങ്കടപ്പെടണം എന്ന് അദ്ദേഹം അവരോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ സുഹൃത്തുക്കൾക്ക് അത് വലിയൊരു അതിശയമായി തോന്നി. മരിച്ചുപോയ സ്ത്രീ എപ്രകാരമാണ് ഈ മനുഷ്യനുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് എന്ന ചിന്ത ഈ സുഹൃത്തുക്കളെ വല്ലാതെ ഞെട്ടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ കാലങ്ങൾ ചിലത് കടന്നുപോയി. ഒരു സുപ്രഭാതത്തിൽ ഈ മനുഷ്യൻ തന്റെ ജോലി കഴിഞ്ഞ് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സുവിശേഷ യോഗ പരമ്പരയിലെ പ്രാസംഗികന്റെ വചന ശുശ്രൂഷ ചെറുതായി കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന് മരണം സംഭവിച്ചാൽ അവന് സംഭവിക്കുന്നതായ കാര്യാദികളെ കുറിച്ച് വേദപുസ്തകം എന്ത് പറയുന്നുവെന്ന വിലയേറിയ സത്യങ്ങളെ ആ പ്രാസംഗികൻ അന്ന് ആ രാത്രിയിൽ അവിടെ പ്രസംഗിക്കുകയായിരുന്നു. തന്റെ വാഹനത്തിൽ ഇരുന്ന് അത് അല്പമായി കേട്ടപ്പോൾ ഇത് കൂടുതൽ കേട്ടാൽ കൊള്ളാമായിരിക്കും എന്ന് തോന്നി അദ്ദേഹം തന്റെ വാഹനം അവിടെ പാർക്ക് ചെയ്ത് ആ മീറ്റിംഗ് ഹാളിലേക്ക് കടന്നു ചെല്ലുകയും ആ വചനം മുഴുവനും അദ്ദേഹം കേൾക്കുവാൻ ഇടയായി തീരുകയും ചെയ്തു. അന്ന് രാത്രിയിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. എന്നെ സാത്താൻ കബളിപ്പിക്കുകയാണ്, എന്നെ സാത്താൻ വഞ്ചിക്കുകയാണ്. ആയതിനാൽ ഇന്ന് പ്രാസംഗികൻ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് ഞാൻ എന്നെ തന്നെ സ്വയം ബോധ്യപ്പെടുത്തും എന്ന് അദ്ദേഹം തീരുമാനിച്ചുകൊണ്ട് തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അന്ന് രാത്രിയിൽ തന്റെ ഭാര്യ അതുപോലെ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തോട് കടന്നു വന്ന് സംസാരിക്കാറുണ്ടായിരുന്നത് പോലെ വീണ്ടും ആ ഭാര്യ കടന്നു വരികയും ഇദ്ദേഹം ആ പ്രാസംഗികൻ അദ്ദേഹത്തെ പഠിപ്പിച്ച വചനങ്ങളെ കേൾപ്പിച്ച വചനങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ നീ എന്നെ വിട്ടുപോ, നീ എന്റെ ഭാര്യയല്ല എന്ന് തീർത്ത് അവിടെ പറയുവാൻ തക്കവണ്ണം ഇടയാവുകയും ആ പറച്ചിലിൽ വലിയൊരു ആജ്ഞാ ശക്തിയും യേശുവിന്റെ നാമത്തിൽ പ്രത്യേകതകളും ഉണ്ടായിരുന്നത് കൊണ്ട് ആ രൂപം വേഗത്തിൽ അവിടെ നിന്നും ഓടി മാറിപ്പോയി, അല്ലെങ്കിൽ ആക്രോശത്തോടു കൂടി ആ രൂപം ആ റൂമിൽ നിന്നും ഇറങ്ങി മാറിപ്പോകുവാൻ ഇടയായി തീർന്നുവെന്ന് ആ ഒരു കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഈ പ്രിയപ്പെട്ടവന് അപ്രകാരം ആ രാത്രിയിൽ തന്റെ ഭാര്യയോട് നീ എന്റെ ഭാര്യയല്ല, നീ എന്നെ വഞ്ചിക്കുകയാണ്, സാത്താന്റെ വഞ്ചനയാണ് ഇത് എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ രൂപത്തെ ആട്ടിപ്പായിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വചന സത്യം എന്തായിരുന്നു? ആ സത്യമാണ് ഇന്ന് പകൽക്കാലം നാം വേഗത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം കടന്നു പോകുന്നത്. നാം ഇന്ന് ലോകത്തുള്ളതായ മതവിഭാഗങ്ങളെ, മത സംഘടനകളെ, ഓരോ മതങ്ങളെയും നാം പരിശോധിച്ചാൽ മരണത്തെക്കുറിച്ച് ധാരാളം ചിന്തകൾ, ധാരാളം ആശയങ്ങൾ അനേക മതവിഭാഗങ്ങളും സ്വയമായി വച്ച് പുലർത്തുന്നുണ്ട്. ഇന്ന് ഹൈന്ദവ വിശ്വാസം എടുത്താൽ ഇൻകാർനേഷൻ, മോക്ഷ, ഒരു മനുഷ്യൻ വീണ്ടും വീണ്ടും ജനിക്കും, വീണ്ടും വീണ്ടും ജനിക്കും, ഒടുവിൽ അവന് മോക്ഷപ്രാപ്തി ഉണ്ടാകും തുടങ്ങിയ ധാരാളം സംഹിതകളെ കുറിച്ച് ഇന്ന് ഹൈന്ദവ മതവും അല്ലെങ്കിൽ ലോകത്തുള്ളതായ മറ്റനേകം മതങ്ങളും മരണത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ട്. ഇവിടെ ഈജിപ്തിൽ നാം കടന്നുപോയാൽ അവിടുത്തെ പിരമിഡുകളെ നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അവർക്ക് മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ളവരായതുകൊണ്ട് അവരുടെ ശവശരീരങ്ങളെ വളരെയധികം ചിലവ് വഹിക്കുന്നതായ മമ്മിഫൈഡ് രീതികൾ അവലംബിച്ചുകൊണ്ട് ആ ശരീരങ്ങൾ സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം മരണത്തിന് ശേഷം ഒരു ജീവനുണ്ട് എന്ന ഒരു ആശയം ഏതോ രീതിയിൽ അവർ ബോധ്യപ്പെടുവാനും അത് ഇടയായി തീരുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ചെലവേറിയ ഒരു കാര്യമാണ് അവിടുത്തെ ഓരോ മരണ ശുശ്രൂഷകളും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയിലേക്ക് നാം കടന്നു വന്നാൽ ഇന്ത്യയിൽ നാം ഏറ്റവും അധികം ഇന്ന് സഞ്ചാരികൾ പോയി കാണുന്ന ഒരു സ്ഥലമാണ് താജ്മഹൽ. അവിടെ താജ്മഹൽ പണിയപ്പെടുവാനിടയായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഷാജഹാൻ ചക്രവർത്തി തന്റെ മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകമായി പണി കഴിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായതാകുന്നു താജ്മഹൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മെ മരണത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നാം വേഗത്തിൽ കടന്നു ചെല്ലുകയാണ്. വെളിപ്പാടിന്റെ പുസ്തകം 21-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഇപ്രകാരം മരണത്താൽ നമ്മിൽ നിന്നും വേർപെട്ടു പോയവരെ കുറിച്ച്, അവരെ കുറിച്ച് ഭാരപ്പെടാതെ ഇരിപ്പിൻ എന്ന് പറയുന്ന ഒരു ആശ്വാസ വചനത്തെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. വെളിപ്പാട് പുസ്തകം 21-ൽ 4-5 വാക്യം പറയുന്നു, അവൻ അവരുടെ കണ്ണുനീർ എല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാവുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല, മരണമുണ്ടാവുകയില്ല, ഒരിക്കലും മരണമില്ലാത്ത ഒരു കാലമിതാ നമ്മുടെ മുൻപാകെ അടുത്തു വരുന്നു എന്ന് വെളിപാടുകാരൻ നമ്മെ വ്യക്തമായി ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ ദൈവം നമ്മെ വാഗ്ദത്തമായി ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായത്, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി
ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. മരിച്ച മൃതന്മാർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. മരിച്ചവരെ കുറിച്ച് അവരെവിടെയാണ് എന്ന വ്യക്തമായ ചില ഉത്തരങ്ങൾ വേദപുസ്തക വാക്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ ഇന്ന് നാം മനസ്സിലാക്കുവാൻ ഇടയായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിൽ ജീവിച്ചിരുന്ന് മരിച്ചുപോയ അനേകരെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട്. യായിറാസിന്റെ ഭവനത്തിൽ അവിടെ അപ്രകാരം ഒരു ഉയർപ്പിൻ പ്രവൃത്തിയെ കർത്താവായ യേശു ചെയ്യുവാൻ ഇടയായി എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചുവെന്ന് എല്ലാവരും ഒരുപോലെ കേട്ടറിഞ്ഞിട്ടുള്ളതായ അത്ഭുതകരമായ ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പേരെ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവുകളിൽ ധാരാളം പേരെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എന്ന് വേദപുസ്തകം ഒരു സംശയത്തിനും ഇടയില്ലാതെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ലോക പ്രശസ്തനായ ഒരു ഫിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിംഗ്, നാം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് കേൾക്കുവാൻ ഇടയായാൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ മരണപ്പെടുവാൻ ഇടയായി. അദ്ദേഹം ഒരു ദൈവവിശ്വാസി ആയിരുന്നില്ല. അദ്ദേഹത്തിന് മരണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? There is probably no heaven and no afterlife either. അദ്ദേഹത്തിന്റെ ഒരു നിഗമനമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതിയാണ്. അദ്ദേഹം വ്യക്തമായി പറയുവാനിടയായി, I am an atheist, ഞാനൊരു നിരീശ്വരവാദിയാണ്, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുവാൻ ഇടയായി. അദ്ദേഹം പറയുന്ന കാര്യത്തിൽ എത്രത്തോളം വാസ്തവമുണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, എത്രത്തോളം സത്യമുണ്ട് എന്ന് നാം വേഗത്തിൽ ചിന്തിക്കുവാനായി കടന്നു പോവുകയാണ്. യോഹന്നാന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിന് 1-2 വാക്യങ്ങളിൽ ലാസറിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് അത്ഭുതകരമായ ഒരു സത്യത്തെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ആ കഥയിലൂടെ നാം വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേത്ലഹേമിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. യേശു അത് കേട്ടിട്ട് ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. അവിടെ ലാസർ ദീനമായി കിടക്കുന്നു. എന്നാൽ അവന്റെ ആ ദീനം അത് മരണത്തിനായിട്ടല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനത്രേ എന്ന് യേശു പറയുന്നു. വീണ്ടും ശേഷമുള്ളതായ വാക്യങ്ങൾ പറയുന്നു, ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. യേശുവോ അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി. വേദപുസ്തകത്തിലെ ഈ കഥയും യേശുക്രിസ്തുവിന്റെ സംഭാഷണവും ഒരു കാര്യം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. മരണത്തെ യേശുക്രിസ്തു ഉപമിക്കുന്നത് ഉറക്കവുമായിട്ടാണ്. നാം രാത്രികാലങ്ങളിൽ ഉറങ്ങുന്നതായ സമയത്ത് പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് യാതൊരു വിധമായ ബോധവുമില്ലാതെ ഉറങ്ങുന്നത് പോലെ മരണത്തെ കർത്താവായ യേശുക്രിസ്തു ഉറക്കത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ഉറക്കം എന്ന് മരണത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറയുവാൻ ഇടയായി തീർന്നിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവയായ ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അവനെ ഏത് വിധത്തിലാണ് സൃഷ്ടിക്കുവാൻ ഇടയായത് എന്ന് നാം വ്യക്തമായി ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എപ്രകാരമാണ് യഹോവയായ ദൈവം തോട്ടത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ ഇപ്രകാരം ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് കർത്താവ് ഈ സൃഷ്ടിയുമായി ബന്ധത്തിലേക്ക് കടന്നു വരുന്നു. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും, തിന്നുന്ന നാളിൽ നീ മരിക്കും. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെ നാം വരുമ്പോൾ കാണുന്നത്, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, you shall not surely die. സാത്താൻ പാമ്പ്
സാത്താൻ പാമ്പിന്റെ വേഷം ധരിച്ചുകൊണ്ട് സ്ത്രീയോട് സംസാരിക്കുകയാണ്. "You shall not surely die." That was the very first lie സാത്താൻ ഈ ലോകത്തോട് പറയുവാനിടയായ, അല്ലെങ്കിൽ ഹവ്വയോടും പറയുവാൻ തക്കവണ്ണം ഇടയായ ആദ്യത്തെ കള്ളമായിരുന്നു, വഞ്ചനയായിരുന്നു. "You shall not surely die." നിങ്ങൾ നിശ്ചയമായി മരിക്കുകയില്ല എന്ന ആ വലിയൊരു വഞ്ചന സാത്താൻ ഹവ്വയെ പാമ്പിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് വഞ്ചിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എന്ന് നമ്മെ വേദപുസ്തകം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ആ ഒരു വഞ്ചനയ്ക്ക് ശേഷം ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഹാബേലിനെ കൊല്ലുവാൻ തക്കവണ്ണം കയീൻ ഇടയായിത്തീരുന്നു. ഹാബേലിനെ കയീൻ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്ന് പറഞ്ഞ സാത്താന്റെ വചനത്തിന് വിരുദ്ധമായി ദൈവം എന്ത് പറഞ്ഞുവോ അത് കൃത്യമായി ഈ ഭൂമിയിൽ സംഭവിക്കത്തക്ക വിധത്തിൽ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഹവ്വ തന്റെ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം ഇടയായി. ഇതാ തന്റെ മകൻ ഹാബേൽ കയീന്റെ കൈകളാൽ മരണപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. ഇവിടെ മരണപ്പെട്ട ഹാബേൽ തന്റെ മരണത്തിന് ശേഷം എവിടേക്കാണ് പുറപ്പെട്ടു പോയത്? മരണത്തിന് ശേഷം ഹാബേൽ പോയത് എവിടേക്കാണ് എന്ന് വേദപുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എവിടേക്കാണ് ഹാബേൽ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായത്? വേദപുസ്തകം എന്താണ് അതേക്കുറിച്ച് നമ്മോട് പറയുന്നത്? വേദപുസ്തകത്തിൽ വ്യക്തമായി നമ്മോട് പറയുന്നു. യോഹന്നാന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിന് 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ലാസറിന്റെ കഥയുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം ചില കാര്യങ്ങൾ ദൈവം നമ്മോട് പറയുന്നു. മാർത്ത യേശുവിനോട്, "കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു" എന്ന് പറഞ്ഞു. യേശു അവളോട്, "നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു." മാർത്ത അവനോട്, "ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു" എന്ന് പറഞ്ഞു. ഞാനൊരു ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് ഇപ്രകാരമുള്ളതായി ചില വിശ്വാസ സംഹിതകളെ കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. എന്തായിരുന്നു ആ വിശ്വാസ സംഹിത? ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ നല്ലവനാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യും, അവൻ കൊള്ളരുതാത്തവനാണെങ്കിൽ നേരെ നരകത്തിലേക്ക് യാത്ര ചെയ്യും. ഇതിന് മധ്യത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നേരെ അവൻ യാതനാ സ്ഥലത്ത് പോകും. ഭൂമിയിലെ അവന്റെ പ്രിയപ്പെട്ടവർ അവന് വേണ്ടി ചില നേർച്ചകളൊക്കെ ചെയ്ത് ചില കാഴ്ചകളൊക്കെ സമർപ്പിക്കുവാൻ ഇടയായാൽ അവന് മാറ്റം സംഭവിച്ച് പടിപടിയായി അവന് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കും. ഇങ്ങനെ ധാരാളം കഥകൾ ചെറുപ്പത്തിൽ ഞാൻ കേൾക്കുവാൻ തക്കവണ്ണം വായിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ചിലർ വിശ്വസിക്കുന്നു ശരീരം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ശരീരം വിട്ട് അവന്റെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മുഴുവനും ഓടാടി സഞ്ചരിക്കുന്നു. അപ്രകാരമുള്ളതായ ധാരാളം ചിന്തകളാൽ, കഥകളാൽ ഇന്ന് ലോകത്തിൽ അനേക വിശ്വാസങ്ങളാൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. വേദപുസ്തകം ഇതേക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ, ഞാൻ ആമുഖത്തിൽ നിങ്ങളോട് പറഞ്ഞ പ്രകാരം ആ മനുഷ്യനെ പോലെ തന്റെ ഭാര്യയോട്, മരിച്ചുപോയ തന്റെ ഭാര്യയോട് സംസാരിച്ചു പോന്ന ആ മനുഷ്യൻ, ആ ശുശ്രൂഷകന്റെ വചനം കേട്ട് ധൈര്യത്തോടുകൂടി അവളോടത് പറയുവാൻ ഇടയാവുകയും അവൾ സാത്താനായിരുന്നു എന്ന ബോധ്യം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അതേ ബോധ്യം നമുക്ക് ഇന്ന് ലഭിക്കുവാൻ ഇടവരണമെങ്കിൽ വചനത്തിലൂടെ എന്താണ് ഇതേക്കുറിച്ച് ദൈവം നമ്മോട് പറയുന്നത് എന്ന് നാം വേഗത്തിൽ വീണ്ടും ചിന്തിക്കുവാനായി കടന്നു പോവുകയാണ്. ഇവിടെ യഹോവയായ ദൈവം എപ്രകാരമാണ് മനുഷ്യനെ തോട്ടത്തിൽ ഉണ്ടാക്കുവാൻ ഇടയായത്, എപ്രകാരമാണ് അവനെ നിർമ്മിച്ചത്, അല്ലെങ്കിൽ അവനെ സൃഷ്ടിക്കുവാൻ ഇടയായത്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നു: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ എപ്രകാരമാണ് ജീവനുള്ള ദേഹിയായത്? ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട്, breath of life is equal to living soul. അല്ലെങ്കിൽ നിലത്തെ പൊടിയോടൊപ്പം ജീവന്റെ ശ്വാസം ദൈവം ഊതുവാനിടയായപ്പോൾ അവൻ ജീവനുള്ള ഒരു ദേഹിയായി മാറി. He became a living soul. ഒരു ജീവനുള്ള ദേഹിയായി അവൻ മാറുവാൻ തക്കവണ്ണം ഇടയായി. മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സൃഷ്ടിപ്പിൽ എന്താണോ സംഭവിച്ചത് അതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് മരണത്തിൽ ഒരു മനുഷ്യനിൽ സംഭവിക്കുന്നു. അതായത് dust of the ground plus breath of life is equal to living soul. അതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നാം ചിന്തിച്ചാൽ dust of the ground minus
breath of life is equal to death. അല്ലെങ്കിൽ മരണത്തിൽ എന്താണ് അവന് സംഭവിക്കുന്നത്? അവന് ജീവനെ നിലനിർത്തുവാൻ തക്കവണ്ണമിടയായ ആ ജീവന്റെ ശ്വാസം അവനിൽ നിലച്ചു പോകുവാൻ ഇടയായപ്പോൾ അവൻ പൊടിയായിരുന്നു, അവൻ വീണ്ടും പൊടിയിലേക്ക് മടങ്ങി പോകുമാറാക്കപ്പെടുന്നു എന്ന് വചനം വ്യക്തമായി പറയുന്നു. This is very simple if you go and understand from God's word. പൊടിയായിരുന്നവൻ ദൈവത്തിന്റെ ശ്വാസത്താൽ ജീവനുള്ളവനായി മാറി. മരണപ്പെട്ടപ്പോൾ അവന്റെ ജീവശ്വാസം തിരിച്ച് ദാതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി പോവുകയും അവൻ മരണപ്പെട്ടവനായി അവൻ നേരെ പൊടിയിലേക്ക് മടങ്ങി ചെല്ലുകയും ചെയ്യുന്നു എന്ന് നമ്മെ വചനം ഓർമ്മിപ്പിക്കുന്നു. എപ്രകാരം നമുക്കത് കൂടുതൽ വചനത്തിലൂടെ ബോധ്യപ്പെടുവാൻ തക്കവണ്ണം സാധിക്കും? സങ്കീർത്തനങ്ങൾ 146 സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു, അവന്റെ ശ്വാസം പോകുന്നു. എന്താണ് പോകുന്നത്? മരണത്തിൽ എന്താണ് അവനിൽ നിന്ന് നഷ്ടപ്പെടുന്നത്? അവന്റെ ശ്വാസം പോകുന്നു. അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ, his thoughts perishes on that same day. അവന്റെ നിരൂപണങ്ങൾ അന്ന് തന്നെ നശിക്കുന്നു. അവന്റെ ശ്വാസം പോകുന്നു, അവന്റെ നിരൂപണങ്ങൾ അന്ന് തന്നെ നശിക്കുന്നു. So the Bible says very clearly that when a person dies, that person's breath goes back to God. അവനിൽ ജീവൻ ഉളവാക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന ആ ജീവന്റെ ശ്വാസം അത് നൽകുവാൻ ഇടയായിത്തീർന്ന ജീവന്റെ ദാതാവിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇറ്റ് ഈസ് ദ ബ്രെത്ത് ഓഫ് ലൈഫ് that is returning back to God എന്ന് വ്യക്തമായി നമ്മെ തിരുവെഴുത്തുകൾ ഈ ഭാഗത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ഞാൻ നേരത്തെ അത് പറയുവാനിടയായി. ആത്മാവ്, which means the breath of life, അതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും എന്ന് വ്യക്തമായി നമ്മെ വചനത്തിലൂടെ ദൈവം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ആത്മാവ്, ജീവനുള്ള ദേഹി, ദ ലീവിംഗ് സോൾ എന്ന് ഉൽപ്പത്തിയിൽ പറഞ്ഞ അതേ പദപ്രയോഗം നമ്മെ വീണ്ടും ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ പണ്ട് ആയിരുന്നതുപോലെ അവൻ മണ്ണാകുന്നു, മണ്ണിലേക്ക് പൊടിയിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ അവന് ജീവൻ നൽകുവാനിടയായ ആ ജീവന്റെ ശ്വാസം അത് അവന് നൽകുവാനിടയായ ദാതാവായ ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. ആ ഒരു സിംബോളിക് ആയിട്ട്, ഇറ്റ് ഈസ് ബിക്കോസ് ദ ബ്രെത്ത് ഓഫ് ലൈഫ് ഹാസ് ബീൻ ടേക്കൺ ബൈ ഗോഡ്, ഹി എക്സ്പീരിയൻസ് ഡെത്ത് ഇൻ ഹിസ് ലൈഫ്. അവൻ അപ്രകാരം മരണത്തെ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇയ്യോബിന്റെ പുസ്തകം 27-ൽ 3-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് ഇങ്ങനെ പറയുന്നു, എന്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിന്റെ ശ്വാസം എന്റെ മൂക്കിലും ഉണ്ടല്ലോ. ദൈവത്തിന്റെ ശ്വാസമാണ് അവന്റെയും നമ്മുടെയും എല്ലാവരുടെയും മൂക്കിലുള്ളത് എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ മനുഷ്യൻ, വേദപുസ്തകം നാം പരിശോധിക്കുവാൻ ഇടയായാൽ മനുഷ്യൻ അമർത്യനല്ല, അവൻ മർത്യനാണ്. എന്ന് വെച്ചാൽ അവൻ മരണപ്പെടുന്നവനാണ്, മരണം ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവനാണ് എന്ന് മനുഷ്യനെ കുറിച്ച് നമ്മെ തിരുവെഴുത്തുകൾ സൂചിപ്പിക്കുന്നു. യഹോവയായ ദൈവം മാത്രമാണ് അമർത്യൻ എന്നും ആ അമർത്യത തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്യുന്നുവെന്നും വേദപുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ആരും അമർത്യരല്ല, എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അമർത്യരായി മാറും എന്ന അത്ഭുതകരമായ വചന സത്യത്തെ ഈ ഒരു ശുശ്രൂഷയിലൂടെ നമ്മെ കർത്താവ് ബോധ്യപ്പെടുത്തുകയാണ്. 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങളിൽ ദൈവം ഇങ്ങനെ പറയുന്നു, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആർക്കും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും, അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ഇവിടെ ദൈവത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് കർത്താവായ ദൈവം മാത്രമാണ് അമർത്യനായവൻ. ആ അമർത്യത തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. 1 തിമോത്തിയോസ് 1:17 വചനം പറയുന്നു, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. അവൻ അദൃശ്യനും അക്ഷയനുമാണ് എന്ന് ദൈവത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമലേഖനം 2-ാം അധ്യായം 7-8 വാക്യത്തിൽ വീണ്ടും അദ്ദേഹം അടിവരയിട്ട് പ്രസ്താവിക്കുന്നു, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം കൊണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഇവിടെ ദൈവത്തെ അനുസരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് ദൈവത്തിന് മാത്രം അവകാശമായിട്ടുള്ള അമർത്യത
അല്ലെങ്കിൽ ആ അക്ഷയത നമുക്ക് നൽകുവാൻ പോകുന്നുവെന്ന വാഗ്ദത്വം പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര മഹത്വത്തോടു കൂടിയാണ് ഈ സത്യം വേദപുസ്തകത്തിലൂടെ പരിശുദ്ധനായ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംശയങ്ങളൊക്കെ മാറ്റപ്പെട്ട് യഹോവയായ ദൈവം ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് പറയുന്നതൊക്കെയും മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ വാഗ്ദത്തങ്ങളിൽ ഉറയ്ക്കുവാൻ നമ്മെ ദൈവം സ്വാഗതം ചെയ്യുകയാണ്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. യോഹന്നാന്റെ സുവിശേഷം 11:24 വാക്യത്തിൽ കർത്താവ് പറയുന്നത്, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ അവർ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവർ അവർ മരിച്ചാലും ജീവിക്കും. ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇവർ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ, മരണം വഴി കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ദൈവം പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവർ അവർ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് മരണത്തെ മുഖാമുഖമായി നോക്കി പാർക്കുന്നവരാണോ നിങ്ങൾ ഓരോരുത്തരും? ഇന്ന് മരണത്തിന്റെ ഭീതിയാൽ നിലനിൽക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ കഴിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുകയാണോ? യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ വചനം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ മരിച്ചാലും ജീവിക്കും. മരിച്ചാലും നിങ്ങൾക്ക് ജീവിക്കുവാൻ ദൈവം വലിയൊരു അവസരം നൽകുമെന്ന അത്ഭുതകരമായ സത്യത്തെ നമ്മെ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് അടിവരയിട്ട് ഇപ്രകാരം മഹത്വകരമായ ഒരു കാര്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. എന്താണ് ആ പ്രസ്താവന? ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സത്യമാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗാരോഹണം ചെയ്യുവാൻ ഇടയായെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും അതേ അനുഭവം ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമത്രേ എന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ കേൾവിക്കാരെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. വേദപുസ്തകത്തിൽ ഈ സത്യങ്ങളൊക്കെ തന്നെ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനോട് കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർപ്പില്ല എങ്കിൽ ഈ ലോകത്തിൽ ദൈവത്തിന്റെ വചന ശുശ്രൂഷ കൊണ്ട് ഒരു പ്രത്യേകതയും അല്ലെങ്കിൽ ഒരു നന്മയും ഉണ്ടാവുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നാം ഓരോരുത്തരും അപ്രകാരം ഈ ഭൂമിയിൽ ഒരു വലിയൊരു നന്മയുടെ അനുഭവം പ്രാപിക്കുമെന്ന് വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഇപ്രകാരം ഘോരമായി പ്രസ്താവിച്ചത്. 34-ാമത്തെ വാക്യം, സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്നും എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. പത്രോസ് ദാവീദ് രാജാവിനെ കുറിച്ച് പറയുകയാണ്, ഗോത്രപിതാവായ ദാവീദ് മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും. കാരണം ഇന്നും അദ്ദേഹത്തിന്റെ കല്ലറ അപ്രകാരം തന്നെ ഇരിക്കുന്നു, അത് തുറക്കപ്പെട്ടിട്ടില്ല. താഴെ 34-ാമത്തെ വാക്യത്തിൽ, അതേ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ പത്രോസ് സ്പഷ്ടമായ ഒരു കാര്യം പറയുന്നു, ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ, എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതു ഭാഗത്തിരിക്ക എന്ന് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ഇവിടെ ദാവീദ് രാജാവ് ഉയർത്തെഴുന്നേൽക്കും എന്നും ദാവീദ് രാജാവ് സ്വർഗത്തിന്റെ അവകാശിയാണ് എന്നും പത്രോസും ശേഷം പൗലോസും എബ്രായ ലേഖനത്തിൽ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദാവീദ് രാജാവ് തന്റെ മരണത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അവന് ലഭിക്കേണ്ടതായ ആ പ്രതിഫലമായ സ്വർഗം പ്രാപിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പത്രോസ് തന്റെ ലേഖനത്തിലൂടെ, തന്റെ എഴുത്തുകളിലൂടെ, തന്റെ പ്രസംഗത്തിലൂടെ കേൾവിക്കാരായവരെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ ഇന്നും അല്ലെങ്കിൽ അവൻ അപ്പോഴും ഈ വചനം ഉദ്ധരിക്കുന്നതായ ആ സമയത്തും ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ, അവന്റെ കല്ലറ ഇപ്പോഴും ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടല്ലോ എന്ന് അടിവരയിട്ട് പത്രോസ് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇവിടെ അപ്രകാരം മരണത്തിൽ പോയവരെ, മരിക്കുവാൻ ഇടയായവരെ കുറിച്ച് വേദപുസ്തകം എന്തൊക്കെയാണ് നമ്മോട് വ്യക്തമായി പറയുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 115-ൽ 17-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു, the dead
ഡു നോട്ട് പ്രൈസ് ദ ലോർഡ്. മരിച്ചവർ അല്ലെങ്കിൽ മരണപ്പെട്ടവർ ദൈവത്തെ സ്തുതിക്കുന്നവരായി കാണപ്പെടുകയില്ല. They cannot praise God and they nor any who go down into silence. ഇവിടെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ വചനം പറയുകയാണ്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. They cannot praise God because they are dead. ഇവിടെ യോഹന്നാന്റെ പുസ്തകം 11-ാം അധ്യായം 43 മുതൽ 44 വരെ നാം ലാസറിനെ കുറിച്ച് വീണ്ടും ഒരു കാര്യം ഇവിടെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാർത്തയോടും മറിയയോടും അവിടെ ഉണ്ടായിരുന്ന സകലരോടും യേശുക്രിസ്തു ചില കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം കല്ലറയിലേക്ക് നോക്കി യേശുക്രിസ്തു കല്ലറയുടെ നേരെ ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലാസറേ പുറത്തു വരിക എന്നുറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റുമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശുക്രിസ്തു അവരോട് പറഞ്ഞു. ഇവിടെ ലാസറേ പുറത്തു വരിക എന്ന് യേശു പറയുവാനിടയായപ്പോൾ ഇന്ന് സോ കോൾഡ് ക്രിസ്ത്യൻ ലോകം ജനത്തെ പഠിപ്പിക്കുന്ന പ്രകാരം മരിച്ചവർ ഉടനെ സ്വർഗാരോഹണം ചെയ്യുന്നു, അല്ലെങ്കിൽ ദുഷ്ടന്മാരാണെങ്കിൽ നരകത്തിൽ പോകുന്നു എന്ന ആശയത്തെ നാം ഈ ഒരു കഥയുമായി കൂട്ടിച്ചേർത്ത് വായിക്കുവാനിടയായാൽ ലാസർ നീതിമാനായിരുന്നു എന്നും ലാസറിന് സ്വാഭാവികമായും അവരുടെ പഠിപ്പീര് ശരിയാകുന്നു എന്ന് വരികിൽ സ്വർഗം അവകാശമായി ലഭിക്കേണ്ടതാണെന്നും നമുക്ക് ഏവർക്കും വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ലാസർ മരിച്ച് 4-ാം ദിവസം യേശുക്രിസ്തു അവിടെ കടന്നു ചെല്ലുകയും ആ കല്ലറയുടെ മുൻപിൽ നിന്ന് കല്ലറയുടെ നേരെ നോക്കി ഇപ്രകാരം പറയുവാനും ഇടയായി തീർന്നു. അവരുടെ ഇന്നുള്ളതായ ക്രൈസ്തവ പ്രാസംഗികന്മാരുടെ പഠിപ്പിക്കലുകൾ യാഥാർത്ഥ്യം എന്ന് വരികിൽ ലാസർ വാസ്തവമായും സ്വർഗാരോഹണം ചെയ്തിട്ട് എത്രയോ നാളുകൾ കഴിഞ്ഞിരിക്കണം. എന്നാൽ ലാസറെ പുറത്തു വരിക എന്നാണ് യേശു കല്ലറയുടെ നേരെ നോക്കി പറയുവാനിടയായത്. അല്ല, യേശു സ്വർഗത്തിലേക്ക് നോക്കി ലാസറെ നീ താഴെ ഇറങ്ങി വരിക എന്നോ നരകത്തിലേക്ക് നോക്കി നീ കയറി വരിക എന്നോ യേശു ക്രിസ്തു പറയുവാനിടയായില്ല. സ്വർഗത്തിലേക്ക് നോക്കി ഇറങ്ങി വരിക എന്നോ നരകത്തിലേക്ക് നോക്കി കയറി വരിക എന്നോ യേശു പറയാതെ സ്വർഗം കർത്താവായ ദൈവം കല്ലറയിലേക്ക് നോക്കി ലാസറെ നീ പുറത്തു വരിക എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിന്റെ അർത്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, മരണപ്പെടുന്നവർ അവർ കല്ലറകളിൽ ഉറങ്ങുകയാണ്. അവർക്ക് പ്രതിഫലം ലഭിക്കുന്നത് എപ്പോഴാണ് എന്നും ആ പ്രതിഫലത്തിന് വേണ്ടി എല്ലാ വിശുദ്ധന്മാരും ഒരുപോലെ കാത്തിരിക്കുകയാണ് എന്നും വചനം നമ്മെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 17-ാം സങ്കീർത്തനം 15 ഇപ്രകാരം പറഞ്ഞത്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ, എപ്പോൾ? ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഉണരുമ്പോൾ, അതായത് മരണത്തെ ഉറക്കത്തോട് ഉപമിച്ചിരിക്കുന്നു. അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത്, മരണത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് ആ ഉയർപ്പിൻ നാളിലാണ്. ആ ഉണർത്തൽ അല്ലെങ്കിൽ ആ ഒരു ഉണരൽ അവൻ ഉണ്ടാകുമ്പോൾ അവൻ ആദ്യം കാണുന്നത് ദൈവത്തിന്റെ മുഖമാണ് എന്ന അത്ഭുതകരമായ സത്യത്തെ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായും ഉണരും. അവിടെയും മരണപ്പെട്ട് കിടക്കുന്നവരെ എഴുന്നേൽപ്പിനെ കുറിച്ച് ഉണരും എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. ചിലർ നിത്യജീവനായും ചിലർ നിത്യ നിന്ദയ്ക്കും ലജ്ജയ്ക്കുമായി ഉണരുവാൻ തക്കവണ്ണം ഇടയായി തീരും. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു, എന്നാൽ മരിച്ചവരോ ഒന്നും അറിയുന്നില്ല, മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല, അവരെ ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ. ജീവിച്ചിരിക്കുന്നവർക്ക് അറിയാം തങ്ങൾ മരിക്കും എന്ന്, എന്നാൽ മരണപ്പെട്ടു പോയവർക്ക് ഒരു ഓർമ്മയുമില്ല, അവർക്ക് ഒരു ഓഹരിയുമില്ല, അവരൊന്നും അറിയുന്നില്ല എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് പേർ, പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഈ ലോകത്ത് ഹൃദയസ്തംഭനം മൂലം, മറ്റു പലവിധമായ അപകടങ്ങൾ മൂലം, കൊറോണ വൈറസിന്റെ ബാധ നിമിത്തം അങ്ങനെ പല രാജ്യങ്ങളിലും അനേക ലക്ഷക്കണക്കിന് പേർ ഇന്ന് ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മരണപ്പെടുന്നവരൊക്കെ എവിടേക്കാണ് നമ്മോട് യാത്ര പറഞ്ഞു പോകുന്നത്? അവരൊക്കെയും പൊടിയായിരുന്നു, പൊടിയിലേക്ക് അവർ മടങ്ങിപ്പോകുമാറാകുന്നു. ആ പൊടിയിലേക്ക് മടങ്ങിപ്പോയ ആ പ്രിയപ്പെട്ട ഓരോരുത്തരും ആ മണ്ണിൽ വിശ്രമിക്കുകയാകുന്നു, ആ മണ്ണിൽ അവർ ഉറങ്ങിക്കിടക്കുകയാകുന്നു. അവരെ കുറിച്ചുള്ള ഓർമ്മ ദൈവത്തിന് ഉണ്ട് എന്ന് വ്യക്തമായി നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുകയാണ്. സാത്താൻ വഞ്ചകനാണ്.
അവൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലോകത്തെ മുഴുവനും വഞ്ചിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. ഇന്ന് മരിച്ചവരുടെ രൂപത്തിലും ഭാവത്തിലും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ വഞ്ചിക്കുവാൻ തക്കവണ്ണം സാത്താന് സാധിക്കും എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാതെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മരിച്ചവർക്ക് വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ പോകുന്നത് എവിടേക്കാണ്? അവർ വീണ്ടും എഴുന്നേൽക്കുന്നതും അവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതും മുഖം കാണുവാൻ കഴിയുന്നതും എപ്പോഴാണ് എന്നും വ്യക്തമായി വചനം പറഞ്ഞിരിക്കെ അതിന് വിരുദ്ധമായവയെ ലോകത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സാത്താൻ ഇന്ന് കോടിക്കണക്കിന് മനുഷ്യരെ ഈ ലോകത്തിൽ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ വഞ്ചനയിൽ നാം കുടുങ്ങിപ്പോകാതെ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ ആ വചനത്തിന് അനുസൃതമായി തെരഞ്ഞെടുപ്പുകളെ നടത്തി ആമുഖത്തിൽ ഞാൻ പറഞ്ഞ ആ വിശ്വസ്തനായ മനുഷ്യനെ പോലെ നീ എന്റെ ഭാര്യയല്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ശാസിക്കുന്നു, എന്നെ വിട്ട് പോയിക്കൊള്ളുക എന്ന് പറയുവാനിടയായ ആ മനുഷ്യനെ പോലെ എനിക്കും നിങ്ങൾക്കും പറയുവാൻ സാധിക്കണമെങ്കിൽ വചനത്തിൽ നാം വിശ്വസിക്കുകയും വചനപ്രകാരം ജീവിക്കുവാൻ സ്വയം തിരഞ്ഞെടുക്കുകയും ചെയ്യുക. ഇന്ന് അനേകരും ചിന്തിക്കുന്നു നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് എന്നൊരു സവിശേഷമായ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ചില വ്യക്തികൾ മരണത്തെ മുഖാമുഖമായി കാണുന്ന ആ നൂൽപ്പാലത്തിൽ ഓൾമോസ്റ്റ് they are dead but they are not dead. അതിനെയാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് ഡോക്ടർമാർ വിളിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസിലേക്ക് പോയിട്ട് ജീവനിലേക്ക് മടങ്ങി വരുന്നവർ പറയാറുണ്ട്, അയ്യോ ദാറ്റ് എക്സ്പീരിയൻസ് വാസ് സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. അത് പ്രത്യേകമായ ഒരു അനുഭവമാണ്. ഞാൻ സ്വർഗത്തിൽ പോയി, അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ കണ്ടു, കേട്ടു, അനുഭവിക്കുവാൻ ഇടയായി എന്നൊക്കെ അനേകരും ഇന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. വാട്ട് ഈസ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട്? എന്താണ് അത് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ദി വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന ആ ഒരു മാഗസീനിൽ 2002 ഇപ്രകാരം ആ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ അനുഭവിച്ച് ഇങ്ങനെ ചില ആശയങ്ങൾ പറയുവാൻ ഇടയായവരെ പരിശോധിച്ച് ആ ഒരു പഠനത്തിലൂടെ ഇപ്രകാരം ഒരു കാര്യം അവർ പറയുവാൻ ഇടയായിത്തീർന്നത്. എന്തായിരുന്നു അവർ പറഞ്ഞത്? എ ന്യൂ സ്റ്റഡി സജസ്റ്റ് that these out of body or near death experiences may be influenced by a portion of the brain misfiring under stress. അധികമായ മാനസിക പിരിമുറുക്കത്തിന്റെ ആ ഉച്ച ശൃംഗത്തിൽ മനുഷ്യർ നേരിടുന്നതായി പിരിമുറുക്കത്തിന്റെ ഇടയിലുണ്ടാകുന്ന അനുഭവങ്ങളാകണം അപ്രകാരമുള്ളതായ ചിന്തകളിലേക്ക് പോകുവാൻ അവർ ഇടയായി തീർന്നത് എന്ന് അപ്രകാരമുള്ളതായ ചില പഠനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളിൽ വചനം ഇങ്ങനെ നമ്മോട് പറയുന്നു, മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഭൂതാത്മാക്കൾ ഈ ലോകത്തിൽ വഞ്ചനകളെ ചെയ്ത് ദൈവത്തിന്റെ ജനത്തെ വഞ്ചിക്കുവാനും വഴിതെറ്റിക്കുവാനും തക്കവണ്ണം ഇടയായിത്തീരുന്നുവെന്ന് വ്യക്തമായി ദൈവം നമ്മെ മുൻകൂട്ടി ഓർമ്മിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. ആയതിനാൽ സാത്താൻ വചനങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ദൈവത്തിന്റെ വചനം അടിവരയിട്ട് നമ്മോട് പറയുന്ന വസ്തുതകളെ നാം തിരിച്ചറിഞ്ഞ് അതിനാനുപാതികമായി തീരുമാനങ്ങൾ എടുക്കുവാൻ നാം നമ്മെ ധൈര്യപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹാവ് യു എവർ ഹേർഡ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്രകാരം ഒരു വാർത്ത കേൾക്കുവാനിടയായിട്ടുണ്ടോ? ഇതാ മറിയയുടെ സ്തൂപത്തിൽ നിന്നും അല്ലെങ്കിൽ മറിയയുടെ രൂപക്കൂട്ടിൽ നിന്നും കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നു, അല്ലെങ്കിൽ രക്തം ഒഴുകി വരുന്നു. അങ്ങനെയുള്ളതായ ധാരാളം വാർത്തകളും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണുവാനും കേൾക്കുവാനും ഈ നാളുകളിൽ കഴിയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ എന്താണ് എന്ന് വചനത്തിലൂടെ നാം പരിശോധിക്കുമ്പോൾ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, അവരെ ഓർമ്മ വിട്ടുപോകുന്നുവെന്ന് വചനം പറയുമ്പോൾ ജീവനുള്ളവർ മരിക്കും എന്നറിയുന്നു, എന്നാൽ മരിച്ചവരോ അവരൊന്നും അറിയുന്നില്ല എന്ന് വചനം വ്യക്തമാക്കിയിരിക്കെ അപ്രകാരം മറിയയുടെ കണ്ണിൽ നിന്നും ആ രൂപത്തിൽ നിന്നും രക്തം വരുന്നു എന്ന് പറയുന്നതായ വഞ്ചന അത് വചനത്തിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായ ഒരു കാര്യാദികളാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയും സാത്താന്റെ ഈ വിധമായ വഞ്ചനകളിൽ കുടുങ്ങിപ്പോകാതെ ദൈവത്തിന്റെ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ വീണ്ടും വീണ്ടും വിളിച്ചു ചേർക്കുകയാണ്. കാരണം ഈ അന്ത്യനാളുകളിൽ ഭൂതാത്മാക്കളായി അനേകർ ഇറങ്ങി വന്ന് ഈ ലോകത്തിൽ ദൈവത്തിന്റെ ജനത്തെ നശിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുമെന്ന് ദൈവം അടിവരയിട്ട് നമ്മോട് പ്രസ്താവിക്കുകയാണ്.
ഇവിടെ ഒരു കാര്യം നാം വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു. മരണം സംഭവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ മൗനതയിൽ ഇറങ്ങുന്നു, അതായത് പൊടിയിലേക്ക് അവൻ മടങ്ങിപ്പോകുമാറാകുന്നു. അവനിൽ ജീവനെ കൊടുക്കുവാനിടയായ ദൈവത്തിന്റെ ആ ജീവശ്വാസം സിംബോളിക്കലി ഇറ്റ് ഈസ് റിട്ടേണിംഗ് ബാക്ക് ടു ഗോഡ്. അതുകൊണ്ടാണ് ആ ജീവശ്വാസം നിലച്ചതുകൊണ്ടാണ് അവന് മരണമുണ്ടായത്. അവൻ മണ്ണിലേക്ക് മടങ്ങി ചെല്ലുന്നു. അവൻ വീണ്ടും ഒരു ജീവൻ ഉണ്ടാകുന്നത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ആ ഉയർത്തെഴുന്നേൽപ്പിൻ നാളിലാണ് എന്ന് നമ്മെ വേദപുസ്തകം വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ അവരപ്രകാരം ക്രിസ്തുവിൽ മരണപ്പെടുവാനിടയായ ഓരോ വിശ്വാസികളും അപ്രകാരം കിടക്കുവാനിടയാകുന്നുവെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 5:8 പറയുന്നു. 2 കൊരിന്ത്യർ 5:8 ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. 1 കൊരിന്ത്യർ 15 51 52 വാക്യങ്ങൾ ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. മരിച്ചവരൊക്കെയും അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്ന ആ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ നാളുകളിലേക്കായി നാം ഓരോരുത്തരും നോക്കി പാർക്കുവാൻ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 14 മുതൽ 18 വരെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തിരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ദൈവത്തിന്റെ വചനം വ്യക്തമായി ഈ സത്യത്തെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രിയപ്പെട്ടവരെ, ലോക പ്രശസ്തനായ സ്റ്റീഫൻ ഹോക്കിംഗ് ഇന്ന് എവിടെയാണ് കാണപ്പെടുന്നത്? അദ്ദേഹവും ഇന്ന് മണ്ണിനടിയിൽ ഉറങ്ങുകയാണ്. തന്റെ ഓഹരിക്കായി അദ്ദേഹവും മണ്ണിനടിയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം ഉറക്കത്തിലാണ്, മയക്കത്തിലാണ്, നിദ്രയിലാണ് എന്ന് നമ്മെ വചനം പഠിപ്പിക്കുന്നു. അദ്ദേഹം മാത്രമല്ല, ലോക പ്രശസ്തരായ ഓരോ മനുഷ്യരും മരണപ്പെടുവാനിടയായ ഓരോ മനുഷ്യരും അവരവർ ചെയ്ത പ്രവൃത്തികൾ നിമിത്തം അപ്രകാരം ഏതാണോ എന്താണോ എന്നുള്ള കാര്യങ്ങളെ ദൈവം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാവരും ഒരു പ്രതിഫലത്തിന് വേണ്ടി മണ്ണിൽ ഉറങ്ങുകയാണ് എന്ന് നമ്മെ തിരുവെടുത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അത് ആരായിരുന്നാലും, whether it is Elvis Presley or George Washington, Mother Teresa or ഈ അടുത്ത കാലത്ത് മരിക്കുവാനിടയായ ആ സിനിമാ നടൻ ആരായിരുന്നാലും എല്ലാവരും ഒരുപോലെ മണ്ണിനടിയിൽ പൊടിയായിരുന്നു. അവർ പൊടിയിലേക്ക് മടങ്ങിപ്പോകുവാനിടയായി എന്ന് നമ്മെ വചനസത്ത് വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ചിലർ ചോദിക്കും, എങ്കിൽ ക്രൂശിൽ കിടന്ന കള്ളന് എന്താണ് സംഭവിച്ചത്? ഒരു മനുഷ്യൻ മരിച്ചാൽ ഉടനെ സ്വർഗത്തിലേക്കല്ല, മറിച്ച് അവൻ പൊടിയിലേക്ക് മടങ്ങിപ്പോകുന്നു. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിലാണ് അപ്രകാരം ക്രിസ്തുവിൽ മരിച്ചവർക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നത് എന്ന് താങ്കൾ പറയുന്നുവല്ലോ. എങ്കിൽ കള്ളൻ എപ്രകാരമാണ് ആ ദിവസം തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീർന്നത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ എന്നോട് ചോദിച്ചേക്കാം. എന്താണ് ആ വചനത്തിന്റെ പ്രത്യേകത? നാം ചിന്തിക്കുകയാണ്. ലൂക്കോസിന്റെ പുസ്തകം 23-ാം അധ്യായം 42-43 വാക്യം നാം പരിശോധിച്ചാൽ യേശുക്രിസ്തുവിനോട് കള്ളൻ സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു അവനോട് പറയുവാനിടയായി, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് കള്ളൻ യേശുവോട് പറഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അനേകരും പറയും, ഇതാ കള്ളനോട് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നു, ഇന്ന് റൈറ്റ് നൗ, ഇന്ന് ഇപ്പോൾ നീ സ്വർഗത്തിന്റെ അവകാശിയായി മാറും, എന്നോടുകൂടെ ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും എന്ന് ഈ വചനം ഉദ്ധരിച്ച് അനേകരും ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ഈ വചനത്തിലെ സത്യം എന്താണ് എന്ന് നാം ആഴമായി ചിന്തിച്ചാൽ നമുക്ക് ഒരു വസ്തുത മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും എന്ന് യേശുക്രിസ്തു കള്ളനോട് പറയുന്നത് ക്രൂശിക്കപ്പെട്ട അല്ലെങ്കിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മരിക്കുന്നതിനും ചില നിമിഷങ്ങൾക്ക് മുൻപാണ് യേശു കള്ളനോട് പ്രകാരം പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുൻപായി യേശുക്രിസ്തു ഇപ്രകാരം ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് പറയുവാനിടയായി. വാസ്തവത്തിൽ എന്താണ് സത്യമെന്നറിയാമോ? യേശുക്രിസ്തു തന്നെയും അന്ന് ആ ദിവസം സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. 1-ാം ദിവസം
മറിയ യേശുക്രിസ്തുവിനെ കാണുകയും യേശുക്രിസ്തുവിനെ അടക്കി പിടിക്കുകയും ചെയ്യുവാൻ ഇടയായപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, അയ്യോ അയ്യോ, ഞാൻ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല എന്ന് പറയുവാൻ ഇടയായി. യേശുക്രിസ്തു ഞായറാഴ്ച ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റപ്പോൾ മറിയയോട് പറയുന്നു, ഞാൻ ഇതുവരെയും എന്റെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിൽ യേശുക്രിസ്തു വെള്ളിയാഴ്ച പറയുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പരദീസിലിരിക്കും. അത് എപ്രകാരമാണ് യോജിക്കുന്നത്? ഇവിടെ എന്താണ് വാസ്തവത്തിൽ നമ്മെ സംശയിപ്പിക്കുവാനും ഈ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കുവാനും ഇടയായിരിക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ബൈബിൾ എഴുത്തുകാർ അല്ലെങ്കിൽ ബൈബിൾ എഴുത്തുകാർ അത് എഴുതുവാനിടയായ സമയത്ത് they never used punctuations അല്ലെങ്കിൽ കോമ, കുത്ത്, വള്ളി, പുള്ളി ഇതൊന്നും അവർ ഉപയോഗിക്കുവാൻ ഇടയായില്ല. ശേഷം 1400-കളിൽ അല്ലെങ്കിൽ AD 1400-കളിലാണ് ഇപ്രകാരം കുത്തും കോമയും ഒക്കെ ഇട്ട് ബൈബിൾ കൂടുതൽ ലളിതമായി പഠിക്കുന്നതായ സാഹചര്യങ്ങളിലേക്ക് ഈ ലോകം മാറുവാനിടയായത്. അവിടെ ഒരു കോമ ഇട്ടതിന്റെ വ്യത്യാസം കൊണ്ടാണ് അവിടെ കാര്യാദികൾ മുഴുവനും മാറി മറിയുവാൻ ഇടയായത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ഇപ്രകാരം നമുക്ക് വായിക്കാം, Assuredly I say to you today you will be with me in paradise. അല്ലെങ്കിൽ Assuredly I say to you today, ഈ കോമ അതിനുശേഷം അത് പറയുവാൻ തക്കവണ്ണമാണ് വാസ്തവത്തിൽ യേശു ഇടയായത്. എന്നാൽ അതിനെ അല്ലെങ്കിൽ ഇന്ന് നീ എന്നോടുകൂടെ പർദീസിൽ ഇരിക്കും എന്ന് അല്ല, മറിച്ച് അവിടെ ആ കോമയിലെ വ്യത്യാസം അർത്ഥത്തിൽ പൂർണ്ണമായ ഒരു മാറ്റം ചിന്തിക്കുവാൻ അനേകരെയും ഇടയാക്കി തീർത്തിരിക്കുന്നു. എന്നാൽ വാസ്തവമായിട്ടും യേശു എന്താണ് കള്ളനോട് പറഞ്ഞത്? Assuredly I say to you today, you will be with me in paradise. അതായത് ഞാൻ നിന്നോട് ഇന്ന് സത്യമായിട്ട് ഉറപ്പോടെ ഒരു കാര്യം പറയുന്നു, നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. യേശു തന്നെയും അന്ന് പോയില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ ആ കള്ളനും സ്വർഗരാജ്യത്തിൽ അവകാശം ലഭിക്കും എന്ന് ദൈവം അവിടെ കള്ളനോട് വാഗ്ദത്തം ചെയ്യുകയായിരുന്നു. ആ വാഗ്ദത്തമാണ് അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവനെ പ്രാപിക്കുമെന്ന വാഗ്ദത്തമാണ് കള്ളനോട് യേശു ക്രിസ്തു ക്രൂശിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായത്. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ നാം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ അവർ ഈ ലോകത്തിൽ എന്നേക്കുമായിട്ടല്ല മരിക്കുന്നത്, അവർ അല്പകാലത്തേക്ക് ഉറങ്ങുവാനായി ഈ ലോകത്തോട് വിട പറയുന്നു. എന്നാൽ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഓരോ മനുഷ്യരും യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന അത്ഭുതകരമായ സത്യത്തെ ദൈവം നമ്മോട് ഈ വചനങ്ങളിലൂടെ അറിയിക്കുകയാണ്. ഇന്ന് നാം നമ്മുടെ മരിച്ചവരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയാണോ? ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക സുഹൃത്തുക്കളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആകുലപ്പെടുകയാണോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ തന്നെ ജീവനും ഞാൻ തന്നെ പുനരുത്ഥാനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ അവർ മരിച്ചാലും ജീവിക്കും. ആ യേശുവിൽ വിശ്വസിക്കുന്നവരായി മരണപ്പെട്ടാലും എഴുന്നേൽക്കുവാൻ പോകുന്ന അത്ഭുതകരമായ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഉയർപ്പിൻ നാളിന് വേണ്ടി നോക്കി പാർക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏവർക്കും യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവിൽ വിശ്വസിക്കുന്നവർ അവർ മരിച്ചാലും ജീവിക്കും. അവരെ ഉയർപ്പിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ആ നാളുകൾക്കായി നോക്കി പാർക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതിന് ഈ നാളിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ യേശുവിന് മുൻപാകെ സമർപ്പിക്കാം. ആ പ്രവൃത്തിക്കായി ഒരുമിച്ച് പ്രാർത്ഥനയോടെ നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വഞ്ചനകൾ അതിഭയങ്കരമായി ഈ ലോകത്തിൽ മുന്നേറുന്നു എങ്കിലും ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, സത്യത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അവിടുത്തെ വചനങ്ങളിൽ ശക്തിപ്പെട്ടുകൊണ്ട് ഈ നാളുകളിൽ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഇന്ന് കേട്ട വചനത്തെ ഓർത്ത് ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന പിതാവേ, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും ഈ ലോകത്തിൽ മരണപ്പെട്ടാലും അവൻ വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്ന് കർത്താവേ അവിടെ ആ വാർത്ത പറഞ്ഞ പ്രകാരം വിശ്വസിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും ഇന്ന് ഈ വചനത്തിന്റെ കേൾവി മുഖാന്തരം ഇടവരുത്തുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം ചെയ്യുന്നത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഈ നാളിൽ കർത്താവ് ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈ വചനത്താൽ ആശ്വസിക്കുവാൻ അവിടുന്ന് കൃപയാൽ എല്ലാവരും സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സന്ദേശം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ അനേകരുമായി പങ്കുവയ്ക്കുക. കാരണം ഇന്ന് അനേകർ, ആയിരക്കണക്കിന് പേർ ഈ ഭൂമിയിൽ ഓരോ ദിവസവും കൊറോണ വൈറസ് നിമിത്തം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ യേശുവിൽ വിശ്വസിക്കാതെ മരണപ്പെടുവാനിടയായാൽ അവരുടെ എഴുന്നേൽപ്പ് നിത്യ ലജ്ജയ്ക്കായിട്ടാകും എന്ന് നമ്മെ തിരുവെടുത്തുകൾ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവർ ഈ ലോകത്തിൽ മരണപ്പെടുവാനിടയായാൽ അവർ വീണ്ടും എഴുന്നേൽക്കും, അവർ നിത്യജീവനെ അവകാശമാക്കും എന്ന വലിയേറിയ സത്യത്തെ നിങ്ങൾ മറന്നു പോകാതെ അനേകരുമായി ഈ വചനം പങ്കുവെച്ച് അവരെല്ലാവരും നിത്യജീവന്റെ അവകാശികളായി മാറുവാൻ ഈ ശുശ്രൂഷ ഒരു സഹായകമായി തീരട്ടെ. അതിനായി ഈ ശുശ്രൂഷയെ സഹായിപ്പാൻ അനേകരുമായി ഈ സന്ദേശങ്ങളെ പങ്കുവയ്ക്കുവാൻ പരിശുദ്ധനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വരുന്ന ആഴ്ചയിൽ സന്ദേശങ്ങൾക്കായി കാതോർക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.